ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് മുതൽ നമ്മളൊരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള ക്ലാസ്സുകളാണ്. എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് കസ്റ്റമർക്ക് ഈ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് അറിയില്ല. ഓരോ വീഡിയോയും നമ്മൾ ഓരോ ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. മ്യൂച്വൽ ഫണ്ടിലുള്ള രണ്ട് തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്കറിയാം അല്ലേ? ഒന്ന് SIP ആണ്, രണ്ടാമത്തേത് ലംസമാണ്. SIP എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൽ ഒരു തുക മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ചെയ്യാം, എല്ലാ വീക്കിലും ചെയ്യാം, വേണമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാം. ഇതിങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. ലംസം എന്ന് വെച്ചാൽ ഒരു തുക ഒറ്റ ടൈമായിട്ട് ഇടുന്നു, വൺ ടൈം. ഇത് സാധാരണഗതിയിൽ SIPനെ കഴിഞ്ഞ് കൂടിയ ഒരു തുകയായിരിക്കും ഇടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ SIP ആണോ അതോ ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നമ്മളെ കൂടുതൽ പൈസക്കാരനാക്കുന്നത്, റിച്ചറാക്കുന്നത്? അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് ഇത് തന്നെ എടുത്തത് കേട്ടോ. എന്താണ് മ്യൂച്വൽ ഫണ്ടെന്നും അതിൽ വിവിധതരം ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗങ്ങളും വിവിധതരം വിഡ്രോവൽ മാർഗ്ഗങ്ങളും ട്രാൻസ്ഫർ മാർഗ്ഗങ്ങളും, അതിനൊക്കെ SWP എന്ന് പറയും, STP എന്ന് പറയും. ഇതെല്ലാം അഡ്വാൻസ് ലെവലിൽ മ്യൂച്വൽ ഫണ്ടിലുണ്ട്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്? SIP ആണോ അതോ ലംസമാണോ നമ്മളെ റിച്ച് ആക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ റിച്ചർ ആക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അസറ്റ് പ്ലസ് എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എന്നോട് ചാറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കൂടെ ചാറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SIP എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടുകൾ നിശ്ചിത ഇൻ്റർവെല്ലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. അത് മന്ത്ലി ചെയ്യാം. നോർമലി സാധാരണ ആൾക്കാർ മന്ത്ലിയാണ് ഇത് ചെയ്യുക. ഇപ്പോൾ പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഡെയിലിയും ചെയ്യാൻ പറ്റും. ഈവൻ 100 രൂപ വെച്ച് വരെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗോൾഡിലും ഇക്വിറ്റിയിലും കമോഡിറ്റികളിലും ഒക്കെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലംസവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു വലിയ തുക ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ലംസം എന്ന് പറയുക. ഇതിൽ ഏതിലാണ് റിസ്ക് കുറവ്, ഏതിലാണ് റിസ്ക് കൂടുതൽ? വല്ലാത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ബിഗിനേഴ്സൊക്കെ അത് പഠിച്ചു വെച്ചോളൂ. ഇതിൽ റിസ്ക് കൂടുതൽ ഉള്ളത് ലംസം ഇൻവെസ്റ്റ്മെൻറ്റിനാണ്. ഇതിനാണ് റിസ്ക് കൂടുതലുള്ളത്. റിസ്ക് കുറവുള്ളത് SIPക്കാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്ന SIP ചെയ്യൂ, SIP കരോ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാണുന്നില്ലേ? അതിന് കാരണം ഇതാണ്. SIPക്കാണ് റിസ്ക് കുറവുള്ളത്, ലംസത്തിന് റിസ്ക് കൂടുതലാണ്. എങ്ങനെയാണ് ഈ റിസ്ക് വരിക? SIP നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പല സമയങ്ങളിലാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ പല കണ്ടീഷൻസിലാണ് വാങ്ങുന്നത്. മാർക്കറ്റ് ഓവറോൾ നമ്മുടെ മാർക്കറ്റ് നല്ല ബുള്ളിഷാണ്. അടുത്തൊരു 10-15 വർഷത്തേക്ക് മാർക്കറ്റ് നല്ല ബുള്ളിഷ് തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ആകുമ്പോഴും ഈ യുദ്ധം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മാർക്കറ്റിൽ ഇങ്ങനെ ഡൗൺ വരും, മാർക്കറ്റിൽ ഡ്രോപ്പ് വരും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾ, ഇപ്പോൾ അദ്ദേഹം ലംസമാണ് ചെയ്തതെന്ന് ഓർത്തു, അദ്ദേഹത്തിന് മാർക്കറ്റ് ഈ ഒരു ഭാഗം കഴിഞ്ഞ് മുകളിലേക്ക് പോയാൽ മാത്രമേ അദ്ദേഹത്തിന് ലാഭം കിട്ടൂ, പ്രോഫിറ്റ് കിട്ടൂ. കാരണം അയാൾ ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അത് മാർക്കറ്റിൻ്റെ പീക്കിലാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ മാർക്കറ്റ് ഇതാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് കൂട്ടിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഡ്രോപ്പ് വരും അല്ലേ? ഈ ഡ്രോപ്പ് വരുമ്പോൾ ഇവിടെയാണ് ലംസം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് നല്ല ലാഭമായിരിക്കും, ഇവിടെയാണ് ലംസം ചെയ്യുന്നതെങ്കിൽ ലാഭമായിരിക്കും. അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു സൈക്കിളും അതിൽ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് കുറേയൊക്കെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആർക്കും ഇത് എക്സാക്റ്റ് ഈ ഒരു ലോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ വൺ ടൈമിൻ്റെ റിസ്ക് അതാണ്. നമ്മൾ ഈ ലോയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടും. എന്നാൽ ഓർക്കുക, മാർക്കറ്റിൻ്റെ ഒരു 30% ടൈം മാത്രമേ മാർക്കറ്റ് ഇതുപോലെ ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മെജോറിറ്റി ടൈം എത്രയാണ്? 70%. ഈ 70% ടൈം മാർക്കറ്റ് അപ് ട്രെൻഡിലായിരിക്കും. അതുകൊണ്ടാണ് ലംസം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മിക്കവാറും ഈ 70% ടൈമിലാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ ഉയർന്ന വിലയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് അവിടെ റിസ്ക് കൂടാനുള്ള കാരണം. എന്നാൽ 30% ടൈം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരിക്കും. ആ സമയത്താണെങ്കിൽ നമുക്ക് ലാഭം കൂടാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ SIP അങ്ങനെയല്ല. മാർക്കറ്റ് ഇതാ ഇങ്ങനെ പോകുമ്പോൾ SIP ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റുപ്പി കോസ്റ്റ് ആവറേജിങ് നടക്കും. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മ്യൂച്വൽ ഫണ്ടിൻ്റെയൊക്കെ പ്രൈസിന് NAV എന്നാണ് പറയുക, നെറ്റ് അസറ്റ് വാല്യൂ. അതാണ് NAVയുടെ ഫുൾ ഫോം. വിലയെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒരു യൂണിറ്റ് മേടിക്കാനായിട്ട് 100 രൂപയാണ് വിലയെന്ന് വെച്ചോളൂ. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഈ വില 95 രൂപയായിട്ട് കുറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. പിന്നെ ഈ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈ വില 102 ആയിട്ടും പിന്നെ 105 ആയിട്ടും ഒക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ 100 രൂപയിലും വാങ്ങുന്നുണ്ടാകും, 95-ലും വാങ്ങുന്നുണ്ടാകും, 102-ലും വാങ്ങുന്നുണ്ടാകും, 105-ലും വാങ്ങുന്നുണ്ടാകും. അപ്പോൾ നമ്മുടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഉയർന്നു പോകുമ്പോൾ എപ്പോഴും അതിൻ്റെ താഴെയായിരിക്കും. അതാണ് SIPയുടെ മാജിക്ക്. മാർക്കറ്റ് താഴ്ന്നു പോകുമ്പോൾ നമുക്ക് താഴ്ന്ന പ്രൈസിന് വാങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി SIP ചെയ്യാനായിട്ട് ചെറിയ പൈസ മതി. 100 രൂപ വെച്ച് വരെ നിങ്ങൾക്ക് SIP ചെയ്യാനായിട്ട് സാധിക്കും. ലംസം മിക്കവാറും 100 രൂപ വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചില മ്യൂച്വൽ ഫണ്ടുകളിൽ ലംസം 1000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുക, ചിലതിൽ 5000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സാധാരണക്കാർക്കും റെഗുലർ ഇൻകം, എല്ലാ മാസവും ശമ്പളം അങ്ങനെയൊക്കെ ഇൻകം കിട്ടുന്ന ആളുകൾക്കും ഈവൻ സ്റ്റുഡൻസിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന മെത്തേഡ്, ഒരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് SIP ആണ്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് പഠിച്ചു. SIPക്ക് ചെറിയ ക്യാപിറ്റൽ മതി, ലംസത്തിന് വലിയ ക്യാപിറ്റൽ വേണം. SIP ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകും. കാരണം എല്ലാ മാസവും സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ പോകുന്നു. ഇതിൻ്റെ പേര് തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ്. അപ്പോൾ അവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും. എന്നാൽ ലംസം ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ ചെയ്യണം എന്നറിയത്തില്ല. മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് പോവുകയാണ്, നമ്മൾ ലംസം ചെയ്യില്ല. കാരണം നമ്മൾ വിചാരിക്കും മാർക്കറ്റ് കുറേ താഴേക്ക് വരും, ഇനിയും താഴേക്ക് വരും, അന്നേരം ചെയ്യാമെന്ന് വിചാരിക്കും. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് ഷൂട്ടപ്പ് ചെയ്യും. ഈ ഷൂട്ടപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യില്ല. എന്താ സംഭവം? മാർക്കറ്റ് ഞാൻ ഇത്രയും താഴെ കണ്ടതാണ്, അപ്പോൾ ഇവിടെ വരട്ടെ, ഇവിടെയാണെങ്കിൽ എനിക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടിയാണ്, അപ്പോൾ ഇവിടെ വരട്ടെ, അന്നേരം ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നീട് ഒരിക്കലും മാർക്കറ്റ് ഇങ്ങോട്ട് വരില്ല. മാർക്കറ്റ് അതിങ്ങനെ കയറി മുകളിലേക്ക് പോകും. നമുക്ക് ഇവിടെ വരില്ല. അതുകൊണ്ട് തന്നെ ലംസം ഒരു കറക്റ്റ് സ്ഥലത്ത് നമുക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ലംസം സാധാരണ ചെയ്യുന്ന ആളുകൾ അത് ഒരു പ്രാവശ്യം ചെയ്യുന്നു, പിന്നെ അത് ഉപേക്ഷിക്കുന്നു, വിട്ടിട്ട് പോകുന്നു. അത് മാർക്കറ്റ് എന്തായാലും കുറേ കഴിയുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ലംസത്തിൽ ലാഭം കിട്ടും. പക്ഷേ താഴ്ന്ന ലെവലിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതായത് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ പ്രശ്നമല്ല, എൻ്റെയും പ്രശ്നമല്ല, ഇത് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. കാരണം അതാണ് മാർക്കറ്റിൻ്റെ എക്സാക്റ്റ് ബോട്ടവും അതിൻ്റെ എക്സാക്റ്റ് ഹൈയും ഒന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മാർക്കറ്റിന് 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഒരു ബുൾ മാർക്കറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് കറക്ഷനൊക്കെ ഉണ്ടാവും, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഇതിനാണ് ബുൾ മാർക്കറ്റ് എന്ന് പറയാം. രണ്ടാമത്തേത് ബിയർ മാർക്കറ്റ്, കരടിക്കുട്ടൻ. ബിയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് പോകുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് അപ്പ് വരുന്നു, ഇങ്ങനെ താഴേക്ക് പോകുന്നു. ഇതിനാണ് ബിയർ മാർക്കറ്റ് എന്ന് പറയുക. അടുത്തത് സൈഡ് വേസ് മാർക്കറ്റ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ബുൾ മാർക്കറ്റിലാണ് ഉള്ളതെങ്കിൽ SIP ആണോ ലംസം ആണോ നല്ലത്? കാരണം SIPയിൽ നമ്മൾ കുറച്ച് തുകയല്ലേ ഇടുന്നുള്ളൂ, ആദ്യമേ കുറച്ച് തുകയല്ലേ ഇടുന്നുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്താൽ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ചെറിയ തുകയാണ് ഇട്ടത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ റിട്ടേൺ കിട്ടുക ലംസത്തിനായിരിക്കും. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതനുസരിച്ചിട്ട് SIP വേണോ ലംസം വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. പണ്ട് മാർക്കറ്റൊക്കെ നല്ല താഴെയായിരുന്നു, അപ്പോൾ ഞാൻ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് പറയുമായിരുന്നു, അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പിന്നീട് മാർക്കറ്റ് ഉയർന്നു വന്നപ്പോൾ നമുക്ക് ലാഭം കൂടുതൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു ലംസം ആ സമയത്ത് പറഞ്ഞത്. അപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് ആണെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നല്ലത്? SIP ഓർ ലംസമാണ് നല്ലത്. പക്ഷേ മാർക്കറ്റിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? നോർമലി മാർക്കറ്റിനെ കറക്റ്റായിട്ട് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു ബിയർ മാർക്കറ്റ് ആണെങ്കിൽ, ഇങ്ങനത്തെ മാർക്കറ്റ് ആണെങ്കിൽ ഏതാണ് നല്ലത്? ലംസമാണോ SIP ആണോ? കാരണം ഇങ്ങനത്തെ മാർക്കറ്റ് നമ്മളിതാ ഇവിടെ ലംസം ചെയ്തു എന്ന് വിചാരിച്ചു, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ താഴ്ന്ന് പോവും അല്ലേ? അപ്പോൾ ഒരു ബിയർ മാർക്കറ്റിൽ നമുക്ക് നല്ലത് SIP ആണ്. അപ്പോൾ ബുൾ മാർക്കറ്റിൽ മാത്രമാണ് നമുക്ക് ലംസം നല്ലത്, ബിയർ മാർക്കറ്റിൽ നമുക്ക് നല്ലത് എന്താണ്? SIP ആണ്. ഇനി ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ്, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ഇവിടെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നല്ലത്? ലംസമാണോ SIP ആണോ? ഇവിടെ തീർച്ചയായിട്ടും SIP ആണ് നല്ലത് അല്ലേ? കാരണം ഈ ലെവലിൽ നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും, ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രൈസ് കുറഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് നല്ലത് SIP ആണ്. ഏതാണ്ട് ഒരു പിക്ചർ കിട്ടില്ല ഏത് തരം ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ഏത് വേണമെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞിട്ടില്ല, നമുക്കൊരു കൺക്ലൂഷനിൽ എത്തണമല്ലോ.
നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടോപ്പിക്കും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടോപ്പിക്കും ചെയ്യുന്നുണ്ട്. അതൊരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എത്ര നാളേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 10 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും നല്ലത്? SIP ആയിരിക്കും നല്ലത്. കാരണം നിങ്ങൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓർ എല്ലാ ദിവസവും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 10 ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. SIP ആണ് നല്ലത്. പക്ഷേ ഇവിടെ മറ്റൊരു അഭിപ്രായം കൂടി ഇരിക്കുന്നുണ്ട്. ലംസവും നല്ലതാണ്. ഇതിപ്പോൾ 10 വർഷം കണ്ടിന്യൂസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ SIP എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു വലിയ എമൗണ്ട് ഉണ്ട്, അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഈ പറയുന്ന പോലെ 10 വർഷത്തേക്ക് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഇപ്പം നിൽക്കുന്ന ഒരു സ്ഥലത്തായിരിക്കില്ലോ മാർക്കറ്റ് നിൽക്കുന്നത്. 10 വർഷം കഴിയുമ്പോൾ എവിടെയായിരിക്കും അല്ലേ? എത്രയോ അപ്പിലായിരിക്കും നമ്മുടെ എക്കണോമിയും നമ്മുടെ ഡേറ്റയും GDP എല്ലാം വെച്ചിട്ട് നമ്മുടെ മാർക്കറ്റ് നിൽക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ലംസവും ഓക്കെ ആണ്. പക്ഷേ ബെറ്റർ ഏതാണ്? SIP ആയിരിക്കും അല്ലേ? ഇപ്പോൾ സാലറി ഉണ്ട്, 10 വർഷത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, SIP തന്നെയായിരിക്കും അവിടെ ബെറ്റർ വരിക. ഒരു മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ ഇടിവിന് ലംസം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് നിങ്ങൾ SIP ചെയ്തോട്ടെ, ഈ SIPയുടെ കൂടെ ലംസം ചെയ്യാൻ പറ്റും. ഇപ്പോൾ SIP നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് റൺ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ SIPയിൽ ഒന്നിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾ റൺ ചെയ്യുന്നുണ്ടാവും. ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ആയിരിക്കില്ല. അപ്പോൾ ഈ ഒന്നിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾ ഇങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇടിയുമ്പോൾ, മാർക്കറ്റ് ഒരു റൂൾ എടുക്കുക, 5% ഇടിയുന്നു അല്ലെങ്കിൽ 10% ഇടിയുന്നു. ഇപ്പോൾ മാർക്കറ്റ് 5% ഇടിയുമ്പോൾ ഞാൻ ഒരു ലംസം എമൗണ്ട് ഈ SIPയിലേക്ക് ആഡ് ചെയ്യും. നല്ല തീരുമാനമല്ലേ? SIP കണ്ടിന്യൂ ചെയ്യുന്നു, SIP അങ്ങനെ പൊക്കോട്ടെ, അതങ്ങനെ പൊക്കോട്ടെ. പക്ഷേ മാർക്കറ്റ് ഒരു 5% ഇടിയുമ്പോൾ ഞാൻ ഇത്ര പൈസ, ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ എന്തോ നമ്മുടെ കയ്യിലുള്ളത്, ഈവൻ അത് 1000 രൂപയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ SIPയിലേക്ക് ആഡ് ചെയ്യുന്നു. അത് നല്ലൊരു ഡിസിഷനാണ്. 10% ഇടിയുമ്പോൾ ഞാനൊരു 5,000 രൂപ എൻ്റെ SIPയിലേക്ക് ആഡ് ചെയ്യും. 15% ഇടിയുമ്പോൾ ഞാനൊരു 10,000 രൂപ എൻ്റെ SIPയിലേക്ക് ആഡ് ചെയ്യും. നല്ല തീരുമാനമാണ്, റിട്ടേൺ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ SIPയിലേക്ക് പോയി SIP ചെയ്തു. അതിൻ്റെ കൂടെ മാർക്കറ്റ് ഇടിയുന്ന അവസരങ്ങളിൽ നമ്മൾ കുറച്ച് തുക ഈ SIPയിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാൻ അറിയില്ലാത്തവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് അസറ്റ് പ്ലസിൽ കൂടി ആഡ് ചെയ്യാം. ഞാനിത് ഇവിടെ ആഡ് ചെയ്തിട്ട് കാർട്ടിലേക്ക് ഇടാനും അതിനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 12 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SIP കൂടെ അതെങ്ങനെയാണ് ചെയ്യുക? എല്ലാ മാസവും 1 ലക്ഷം വെച്ചിട്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ 12 മാസം കൊണ്ട് 12 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ലംസം ആണെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ 12 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ഇന്ന് 12 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്കൊരു 12% ആനുവൽ റിട്ടേൺ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലംസം ഇൻവെസ്റ്റ് ചെയ്തയാൾക്ക് 13.3 ലക്ഷം രൂപയും SIP ചെയ്തയാൾക്ക് 12.8 ലക്ഷം രൂപയും ലഭിക്കുന്നു. ഇവിടെ ആർക്കാണ് റിട്ടേൺ കൂടുതൽ കിട്ടിയ? ലംസം ചെയ്ത ആൾക്കാണ് റിട്ടേൺ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. എന്താണ് SIP ചെയ്തയാൾക്ക് കുറച്ച് റിട്ടേൺ കിട്ടിയത്? ഒരു 50,000 കുറവുണ്ട്. എന്താണത് കുറച്ച് കിട്ടിയത്? കാരണം അദ്ദേഹം എല്ലാ മാസവുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവസാനം ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും 1 വർഷം ആയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ കുറവ് റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. സിമ്പിളാണ്. ഇനി ടാക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ SIPക്കും ലംസത്തിന് ഒരേപോലെ തന്നെയാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരിക. എന്നാൽ ഇവിടെ വേറെ ഒരു സംഭവമുണ്ട്. SIP എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാ മാസമാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാകുമ്പോൾ അവിടെ ടാക്സിൻ്റെ ഒരു കാൽക്കുലേഷൻ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം ഈ മാസം ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണക്ക് കൂട്ടുന്നത് 12 മാസം കഴിയുമ്പോഴാണ്. 1 വർഷത്തിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് കൂട്ടുക. അപ്പോൾ ഒന്നാമത്തെ മാസം ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത വർഷം ആ മാസം കഴിയുമ്പോഴാണ്, അതായത് 12 മാസം കഴിയുമ്പോഴാണ് ലോങ് ടൈം ഗെയിനായിട്ട് കൂട്ടുക അതിലെ നേട്ടം. രണ്ടാമത്തെ മാസം ആകുമ്പം അതിൻ്റെ നെക്സ്റ്റ് മാസമാണ്, മൂന്നാമത്തെ ആകുമ്പോൾ അങ്ങനെയാണ്. എന്നാൽ 1 ടൈമാണ്, ഈസിയാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ അടുത്ത വർഷം ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 1 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റായി. SIP ആകുമ്പോൾ ഈ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് എന്ന് തന്നെ പറയാം, അത് 1 വർഷം കഴിയുമ്പോൾ അത് ലോങ് ടൈമിലേക്ക് മാറുന്നു. അതിന് മുമ്പ് അത് ഷോർട്ട് ടൈം ആയിരിക്കും. അപ്പോൾ ഈ ആദ്യത്തെ ലോങ് ടൈമിലേക്ക് മാറുമ്പോഴും രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്തത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തുടരുകയും ചെയ്യും. അത് ലോങ് ടൈമിലേക്ക് മാറുമ്പോൾ
മൂന്നാമത് ഇൻവെസ്റ്റ് ചെയ്തതും ഷോർട്ട് ടൈം ആയിട്ട് തുടരുകയും ചെയ്യാം. അങ്ങനെ ചെറിയൊരു കോംപ്ലിക്കേഷൻ SIPയിൽ അങ്ങനെ വരുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് കുറച്ച് സിനാരിയോകൾ നോക്കാം. റെഗുലർ ഇൻകം ഉള്ള ആൾക്ക് SIP ആണോ ലംസമാണോ ബെറ്റർ? റെഗുലർ ഇൻകം ആണെങ്കിൽ SIP ആണ് ബെറ്റർ. എന്താണ്? സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് പീക്കിൽ നിൽക്കുക, അതായത് മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാമല്ലോ, നമുക്കറിയാലോ അതിൻ്റെ പീക്ക് ഏതാണെന്ന് നമുക്കറിയില്ലാത്തുള്ളൂ. പക്ഷേ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നേ അറിയാലോ. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ SIP ആണോ ലംസമാണോ നല്ലത്? അതായത് നമുക്ക് തോന്നുകയാണ് മാർക്കറ്റ് ഒരു പീക്കിലാണ് നിൽക്കുന്നത്, ഹൈ വാല്യുവേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ SIP തന്നെയാണ് അവിടെയും നല്ലത്. മാർക്കറ്റ് താഴെയാണ് നിൽക്കുന്നത്, അതായത് ഇപ്പോൾ റീസെൻ്റ്ലി മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടായി, ഇപ്പോൾ മാർക്കറ്റ് അത് കഴിഞ്ഞ് മുകളിലേക്ക് പോയി. അപ്പോൾ ഈ റീസെൻ്റ്ലി കറക്ഷൻ ഉണ്ടായി, അങ്ങനെ മാർക്കറ്റ് താഴെ നിൽക്കുന്നു, നമുക്ക് തോന്നുകയാണ് മാർക്കറ്റ് ഇപ്പോൾ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ SIP ആണോ ലംസമാണോ നല്ലത്? തീർച്ചയായിട്ടും അപ്പോൾ ലംസമാണ് നല്ലത്. നമുക്ക് മാർക്കറ്റ് ഒന്നും മനസ്സിലാകാത്ത ഒരു കണ്ടീഷൻ സൈഡ് വൈസിൽ കൂടെ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? SIP കണ്ടിന്യൂസ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് ഈ ചെറിയ ഡൗണുകൾ കിട്ടില്ലേ, ഈ ഡൗണിൽ ലംസമായിട്ട് പൈസ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റിട്ടേൺ കൂടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമിംഗ് ആണ് ഏത് സ്ട്രാറ്റജിയാണ് നല്ലതെന്ന് തീരുമാനിക്കുക. മാർക്കറ്റ് എവിടെ നിൽക്കുന്നു, നമ്മൾ ഏത് സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതാണ് ലംസമാണോ അല്ലെങ്കിൽ SIP ആണോ ബെറ്റർ എന്ന് തീരുമാനിക്കുക. വാല്യുവേഷൻ കുറഞ്ഞിരിക്കുമ്പോൾ ലംസം ചെയ്യാനും വാല്യുവേഷൻ കൂടിയിരിക്കുമ്പോൾ SIP ചെയ്യാനും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും. അതായത് SIP ചെയ്യുന്ന ഒരിക്കലും നിർത്തുമൊന്നും വേണ്ട, അത് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് വാല്യുവേഷൻ കുറയുമ്പോൾ ആഡ് ചെയ്യുക. അത് മാത്രമാണ് ഇവിടെ പ്രാക്ടിക്കലുള്ളൂ. പക്ഷേ നമ്മൾ തിയറിയിൽ പറയുമ്പോൾ വാല്യുവേഷൻ കുറഞ്ഞിരിക്കുമ്പോൾ ലംസവും വാല്യുവേഷൻ കൂടിയിരിക്കുമ്പോൾ SIP ആണ് ബെറ്റർ. മറ്റൊരു സാധനം കൂടിയുണ്ട്, വളരെയധികം ഗ്രോത്ത് ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ. ഈ മ്യൂച്വൽ ഫണ്ടിന് റിസ്ക്കും കൂടുതലായിരിക്കും. എന്നാൽ ഗ്രോത്ത് കുറഞ്ഞ ഒരു കൺസിസ്റ്റൻറ്റ് റിട്ടേൺ കിട്ടുന്ന അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, ബോണ്ട് ഫണ്ടുകളൊക്കെ ഉണ്ട്. മാർക്കറ്റ് താഴ്ന്നിരിക്കുമ്പോൾ ഹൈ ഗ്രോത്ത് ഉള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും, മാർക്കറ്റ് ഉയർന്നിരിക്കുമ്പോൾ ഗ്രോത്ത് കുറഞ്ഞിട്ടുള്ള എന്നാൽ മാർക്കറ്റ് താഴ്ന്നാൽ അത്രയധികം താഴാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ താഴാത്ത ആ ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ താഴില്ല. അപ്പം അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എങ്ങാനും മാർക്കറ്റ് താഴുകയാണെങ്കിൽ ഈ ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലോസ് വരുത്തുന്നുമില്ല. വേണമെങ്കിൽ ഇത് വിഡ്രോ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഇപ്പോൾ താന്നു എന്ന് വിചാരിച്ചു, നല്ല രീതിയിൽ താഴും, ബോണ്ട് അധികം താഴുന്നില്ല, അതൊരു സ്റ്റേബിൾ റിട്ടേൺ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വിറ്റതിന് ശേഷം ഈ ഗ്രോത്ത് ഫണ്ട് നല്ല രീതിയിൽ അങ്ങ് താഴും. ഒരു 20% അല്ലെങ്കിൽ 30% അങ്ങനെയൊക്കെ ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പോൾ 20% ഡിസ്കൗണ്ടിൽ കിട്ടിയെന്ന് വിചാരിച്ചു. ഈ ബോണ്ടിൽ നമുക്ക് അപ്പോഴും ലാഭമുണ്ട്, അതൊരു 7% 8% ലെവലിലായിരിക്കും ലാഭം ഉണ്ടാകുക. അപ്പോൾ ഇതങ്ങ് വിറ്റതിന് ശേഷം ഈ 20% ഡൗണിൽ കിടക്കുന്ന ഗ്രോത്ത് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയും നല്ലതാണ്. അപ്പോൾ എന്താണ് ചെയ്യുക? മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ SIP കണ്ടിന്യൂ ചെയ്യുന്നു. എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ബോണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്നു. എപ്പോഴെങ്കിലും മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ, നല്ല രീതിക്ക് ഡൗൺ ആകുമ്പോൾ ഇത് വേണമെങ്കിൽ വിറ്റിട്ട് നമുക്ക് ഗ്രോത്ത് ഫണ്ടിലേക്ക് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ബോണ്ട് ഫണ്ടിൽ നിന്ന് STP സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ഹൈ ഗ്രോത്ത് ഫണ്ടുകളിലേക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനുണ്ട്. എന്തായാലും ഈ വീഡിയോ വഴി ഇതിനെപ്പറ്റി ഒരു നല്ലൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് വീഡിയോ സീരീസ് 1ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്തായാലും ഈ വീഡിയോ സീരീസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഡിമാറ്റ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ അസറ്റ് പ്ലസ് എടുക്കുക. ETF സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ ഫണ്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ സീരീസിൻ്റെ 2ാമത്തെ ഭാഗത്ത് വീണ്ടും നമുക്ക് കാണാം. Thank you for watching. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.